നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പുതിയ ലോക സമവാക്യങ്ങൾക്ക് വേദിയായി ഷാങ്ഹായ് ഉച്ചകോടി. നരേന്ദ്രമോദി, വ്ളാഡിമിർ പുടിൻ, ഷീ ജിൻപിങ് ചർച്ച. പഹൽഗാം പരാമർശിച്ച് പ്രധാനമന്ത്രി. ഭീകരവാദത്തെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ്. സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന കുഞ്ഞ് മരിച്ചു. മലപ്പുറം കാപ്പിൽ സ്വദേശിയായ 52 വയസ്സുകാരി മരിച്ചു. കോഴിക്കോട് യുവതി ആൺ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ. ബിഫാം വിദ്യാർത്ഥിനി ആയിഷയെ കണ്ടെത്തിയത് എരിഞ്ഞിപ്പാലത്തെ വീട്ടിൽ. കൊലപാതകമെന്ന് ബന്ധു. മംഗളാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. മരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ മരിച്ചാൽ മതിയല്ലോ. അവന് ഒരുപാട് അവളെ മർദ്ദിച്ചുണ്ട്. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര സമാപിക്കുന്നു. സമാപന റാലി പട്നയിൽ. ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് ഇന്ത്യ സഖ്യം. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ആശയക്കുഴപ്പം. പാർട്ടി അന്വേഷണ സമിതിയെ നിയമിക്കണമായിരുന്നുവെന്ന് ഒരു വിഭാഗം. അന്വേഷണം നടക്കുന്നതിന് മുൻപ് വിധി കൽപ്പിക്കേണ്ടതില്ലെന്ന് മറുവിഭാഗം. രാഹുലിനെതിരായ വെളിപ്പെടുത്തലിൽ പരാതി നൽകിയ 2 പേരുടെ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച്. സംസ്ഥാനത്ത് പ്രസവ ശസ്ത്രക്രിയകളുടെ എണ്ണത്തിൽ വൻ വർധന. കേരളത്തിലെ സിസേറിയൻ കണക്ക് രാജ്യ ശരാശരിയിലും ഇരട്ടി. വർധനയ്ക്ക് കാരണം സ്വകാര്യ ആശുപത്രികളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും കച്ചവട താൽപര്യങ്ങളെന്ന് പഠനം. മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയെ ആക്രമിച്ച കേസിൽ 4 പേർ പിടിയിൽ. പ്രതികൾ പിടിയിലായത് ബംഗളൂരുവിൽ ഒളിവിൽ കഴിയവേ. ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPM പ്രവർത്തകനെന്ന് ഷാജൻ സ്കറിയ. വിശദമായി നോക്കാം. പുതിയ ലോക സമവാക്യങ്ങൾക്ക് വേദിയായി ഷാങ്ഹായ് ഉച്ചകോടി. മോദി ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവർ ചർച്ച നടത്തി. അതേസമയം പഹൽഗാം പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്ന് പ്രതികരിച്ചു. पहलगाम में टेररिज्म का बहुत ही घिनौना रूप देखा। इस दुख की घड़ी में जो मित्र देश हमारे साथ खड़े रहे, मैं उनका आभार व्यक्त करता हूं। यह हमला केवल भारत की अंतरात्मा पर ही आघात नहीं, यह मानवता में विश्वास रखने वाले हर देश, हर व्यक्ति को खुली चुनौती थी। ऐसे में प्रश्न उठना स्वाभाविक है, क्या कुछ देशों द्वारा आतंकवाद का खुलेआम समर्थन हमें स्वीकार्य हो सकता है? एक्सेलेंसी, हमें स्पष्ट रूप से और एक स्वर में कहना होगा कि आतंकवाद पर कोई भी डबल स्टैंडर्ड स्वीकार्य नहीं होंगे। हमें मिलकर आतंकवाद का हर रंग में, हर रूप में विरोध करना होगा। ये मानवता के प्रति हमारा दायित्व है. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ആശയക്കുഴപ്പം. പാർട്ടി അന്വേഷണ സമിതിയെ നിയമിക്കണമായിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിലാകണമായിരുന്നു നടപടിയെന്നുമാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. പരാതി രേഖാമൂലം ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് സമിതി നിയോഗിക്കാതിരുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് മറുവാദം. രാഹുലിനെതിരായ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയ 2 പേരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു അൺഅറ്റാച്ച്ഡ് മെമ്പറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ സഭാ നടപടികളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഇനി തീരുമാനമെടുക്കേണ്ട സ്പീക്കറാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് റിട്ടേൺ കേസില്ല, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല.
ഇതിൽ ഉണ്ടായിട്ടുള്ള മാനിപ്പുലേഷൻസ് ഏതൊക്കെ തരത്തിൽ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം, സമഗ്രമായ അന്വേഷണം നടക്കണം. ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു, അതിനുശേഷം വേറെ ഒന്നും ഇല്ലല്ലോ ഇപ്പോഴും, ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. പാർട്ടി തലത്തിൽ അന്വേഷണം നടത്താതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നതിന് തൊട്ടു പിന്നാലെ അച്ചടക്ക നടപടി എടുത്തതിനെതിരെയാണ് ഒരു വിഭാഗം നേതാക്കൾ നിലപാട് കടുപ്പിക്കുന്നത്. പ്രധാനമായും എ ഗ്രൂപ്പിന്റെ പ്രതിനിധികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിടുക്കത്തിലാണ് നടപടിയുണ്ടായത് എന്ന അമർഷവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ എം ഹസന്റെ വാക്കുകളിൽ എ ഗ്രൂപ്പിന്റെ നിലപാട് വ്യക്തമായിരുന്നു. അതേസമയം കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിച്ചപ്പോൾ നടത്തിയ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. നിലവിലുണ്ടായിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് തൽക്കാലം ഇത്രയും നടപടികൾ മതി, മറ്റൊന്നും വരാത്ത സ്ഥിതിക്ക് ഇപ്പോൾ നടക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നീക്കങ്ങളിലേക്ക് കടന്നാൽ മതിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ കടുത്ത നിലപാടെടുത്തിരുന്ന മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായി വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയ ആരും പരാതി നൽകാത്ത പശ്ചാത്തലത്തിൽ രാഹുലിനെതിരെ നടപടി വേണ്ട, അല്ലെങ്കിൽ രാഹുലിന്റെ പ്രതിരോധം തീർക്കണമെന്ന നിലപാടിലേക്ക് ഇന്നലെ മുതിർന്ന ചില നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. അതിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം നിലയുറപ്പിക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ അന്ന് അങ്ങനെ ഒരു നടപടി ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് എടുത്തില്ലായിരുന്നെങ്കിൽ പാർട്ടി മുഴുവൻ പ്രതിരോധത്തിലാകുമായിരുന്നെന്നും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽക്കുമായിരുന്നെന്നും ആ പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് ഈ ആരോപണത്തിന്റെ മുന നീളുമായിരുന്നുവെന്നുള്ള നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരായ രണ്ടുപേരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയ യുവതികളുടെ മൊഴി രേഖപ്പെടുത്തുന്ന വിശദമായ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് അടുത്ത ദിവസം തന്നെ കടക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയുടെ സമാപനം ശക്തി പ്രകടനമാക്കി ഇന്ത്യ സഖ്യം. പട്ന ഗാന്ധി മൈതാനത്ത് നിന്ന് അംബേദ്കർ പാർക്കിലേക്കുള്ള മാർച്ച് പുരോഗമിക്കുകയാണ്. ആയിരങ്ങളാണ് മാർച്ചിൽ അണിനിരക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളെല്ലാം സമാപന സമ്മേളന വേദിയിൽ ഉണ്ടാകും. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ER, എങ്ങനെ പുരോഗമിക്കുന്നു മാർച്ച്? പ്രതിപക്ഷ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി മാറിയിട്ടില്ലേ റായ്? അതേ ആര്യ, ശക്തി പ്രകടനമാക്കി മാറ്റുകയാണ് ഇന്ത്യ സഖ്യം. കാരണം തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ആഴ്ച നീണ്ടുനിന്ന വോട്ടർ അധികാർ യാത്ര അതിൻ്റെ സമാപനം ഗംഭീരമാക്കുകയാണ് ഇന്ത്യ സഖ്യം. കാരണം ഒന്ന് രാഷ്ട്രീയ കാരണങ്ങൾ, കാരണം തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇന്ത്യ സഖ്യത്തിനവിടെ ഭരണമില്ല. ഭരണമുള്ളപ്പോൾ തന്നെ നിതീഷ് കുമാർ ഉള്ളപ്പോൾ മാത്രമാണ് ചെറിയൊരു കാലയളവിൽ മാത്രം ഭരണമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിനുണ്ട്. പല വിഷയങ്ങൾ ഇന്ത്യ സഖ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയ വോട്ടർ പട്ടിക പരിഷ്കരണം, അത് മുഖ്യ വിഷയമാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി ഒരു യാത്ര നടത്തിയത്. ആ യാത്രയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഭാഗമായിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ബീഹാറിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ കക്ഷിയായ RJDയുടെ നേതാവ് തേജസ്വി യാദവ്, ഒപ്പം തന്നെ CPMLന്റെയും വികാസ് ഇൻസാൻ പാർട്ടിയുടെ ഒക്കെ തന്നെ നേതാക്കൾ ഇതിന്റെ ഭാഗമായിരുന്നു. ഇന്നിപ്പോൾ പാട്നയിൽ സമാപന സമ്മേളനം നടക്കുമ്പോൾ അത് വലിയ വിജയം എന്ന് തന്നെ അവകാശപ്പെടുകയാണ് ഇന്ത്യ സഖ്യം. ഏതായാലും ഇപ്പോൾ മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. ഗാന്ധി പാർക്കിൽ നിന്ന് അംബേദ്കർ പാർക്കിലേക്കുള്ള മാർച്ച്, ഗാന്ധി മൈതാനത്ത് നിന്ന് അംബേദ്കർ പാർക്കിലേക്കുള്ള മാർച്ച് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് സമാപന സമ്മേളനം നടക്കുക. ഏതായാലും സമാപന സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കോൺഗ്രസിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, ദേശീയ നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഇതിന് പുറമെ CPMന്റെയും CPIയുടെയും ദേശീയ നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള നേതാക്കളൊന്നും തന്നെ എത്തിയില്ല എന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ CPMന്റേതായാലും ദേശീയ നേതാക്കളെല്ലാം തന്നെ ഈ യാത്രയുടെ ഭാഗമായിട്ടുണ്ട്. ഒപ്പം ഇന്ന് സമാപന സമ്മേളനത്തിലും പങ്കെടുക്കുന്നുണ്ട്. ആര്യ, ER രാഗേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും മരണം. 24 മണിക്കൂറിനിടെ 2 പേരാണ് മരിച്ചത്. മലപ്പുറം കാപ്പിൽ സ്വദേശിയായ 52 വയസ്സുകാരിയും 3 മാസം പ്രായമുള്ള കുഞ്ഞുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് 1 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞ് ഇന്നലെ രാത്രിയാണ് മരണത്തിന് കീഴടങ്ങിയത്. പനി ലക്ഷണങ്ങളോടെയാണ് ആദ്യം
ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയായിരുന്നു. 3 മാസം മാത്രം പ്രായമുള്ള കുട്ടിക്ക് എവിടെ നിന്നും രോഗം ബാധിച്ചു എന്നത് അങ്ങേയറ്റം ആശങ്ക നൽകുന്ന കാര്യമായിരുന്നു. പൊതു ജലാശയത്തിലോ കുളത്തിലോ ഒന്നും കുട്ടി കുളിച്ചിരുന്നില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടിലെ കിണറ്റിലെ നിന്നാണ് ഈ രോഗകാരിയായ ബാക്ടീരിയ കുട്ടിക്ക് പകർന്നതെന്ന് മനസ്സിലായി. കുട്ടിയെ കുളിപ്പിച്ച വെള്ളത്തിൽ നിന്നാണ് ഈ രോഗം പകർന്നത്. കുട്ടിയുടെ മാതാപിതാക്കൾക്കടക്കം വീട്ടിലാർക്കും ഈ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. മലപ്പുറം ജില്ലയിൽ നിന്നും രോഗം സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു 52കാരിയായ യുവതി, 52 വയസ്സുകാരിയായ സ്ത്രീ. ഇവർ കഴിഞ്ഞ മാസം 5-ാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത്. പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിച്ച ഇവരെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് താമരശ്ശേരി സ്വദേശിനിയായ 9 വയസ്സുകാരി മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് മരിച്ചത്. ഈ കുട്ടി മരിച്ച ശേഷമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഈ കുട്ടിയുടെ സഹോദരനും രോഗം സ്ഥിരീകരിച്ചിരുന്നു. ആ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്. മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി ഏതാണ്ട് 10-നടുത്ത് ആളുകളാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം ചികിത്സയ്ക്കെത്തിയത്. വലിയ ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും പൊതു ജലാശയങ്ങൾ, കുളങ്ങൾ എന്നിവിടങ്ങളിൽ കുളിക്കുമ്പോൾ ശ്രദ്ധ പാലിക്കണം. ഒപ്പം പൊതു ജലാശയങ്ങൾ ക്ലോറിനേഷൻ നടത്തി ശുചിയാക്കണമെന്ന നിർദ്ദേശം നൽകുന്നു. ഒപ്പം നീന്തൽക്കുളത്തിലും മറ്റും ഇറങ്ങുമ്പോൾ മൂക്കും ചെവിയും അടയ്ക്കുന്നതിനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കൈക്കൊള്ളണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയ്ക്കെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് വലിയ ആശങ്ക തന്നെ ഉയർത്തുന്നുണ്ട്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയെ മർദ്ദിക്കുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഭർത്താവ് സതീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന ആവശ്യവുമായി കുടുംബം. അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്ന് കുടുംബം ഉറച്ചു വിശ്വസിക്കുകയാണ്. സതീഷിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതായും അക്കാര്യം അതുല്യ കണ്ടെത്തിയിരുന്നതായും സഹോദരി പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ ഈ അന്ന് എന്താണ് സംഭവിച്ചെന്നുള്ളതിന് അവനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത് എന്താണെന്നുള്ളത് പുറത്തു കൊണ്ടുവരണം. അന്ന് എൻ്റെ മോൾക്ക് എന്താണ് സംഭവിച്ചത്, ഇവൻ അന്ന് അതിക്രൂരമായിട്ട് അവളെ മർദ്ദിച്ചിട്ടുണ്ട്. അതിൻ്റെ വോയിസ് ഞാൻ കേട്ടതാണ്. അതിനുശേഷം എന്താണ് അവൻ കഴുത്ത് മുറുക്കി കൈലി മുറുക്കി കൊന്നതാണോ, ശ്വാസം വിട്ടിച്ച് കൊന്നതാണോ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അത് പോലീസുകാർ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടുപിടിച്ച് അവനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അത് തെളിയിക്കണം. എന്താണ് നടന്നത്, സത്യം എന്താണെന്നുള്ളത് തെളിയിക്കണം, പുറത്ത് കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അവൻ കൂസലില്ലാതല്ലേ ഇത് പറയുന്നത്. കുത്തി കൊല്ലുമെന്നും കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുമെന്നും അവളെ നിർമ്മാർജ്ജനം ചെയ്യാൻ എനിക്ക് 1 മാസം ശമ്പളം മതിയെന്ന് അവൻ പരസ്യമായിട്ട് ഓപ്പണായിട്ട് പറയുമല്ലോ. അവൻ്റെ ആ ഭാവവും രൂപവും അവൻ്റെ ആക്രമണ സ്വഭാവം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അവനിലെ ക്രിമിനൽ എന്താണെന്ന്. അവൻ്റെ ക്രിമിനൽ എന്താണെന്ന് ആ വിഷ്വൽസ് കാണുന്ന ആർക്കും മനസ്സിലാവുമല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തും 24 മണിക്കൂറിനുള്ളിലുള്ള പാടുകളുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിലുള്ള 46 ഇഞ്ചുറീസ് ചേച്ചിയുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ ഇത്രയും ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം എൻ്റെ ചേച്ചി സഹിച്ചിട്ടുണ്ടാവും. ഇത്ര ഉപദ്രവം ഒരു ബോഡിയിൽ ഉണ്ടാവുക എന്നുള്ളത് എന്ന് വെച്ചാൽ തലയിൽ അടിച്ച പാട്, ആ പ്ലേറ്റിൽ അടിച്ച തലയിലെ പാട് വ്യക്തമായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് നമുക്കറിയണം. പുള്ളി പറയുന്നത് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കത്തില്ല. നാക്കെടുത്ത കള്ളത്തരമാണ് പറയുന്നത്. പിന്നെ എങ്ങനെ, കാരണം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഈ സംഭവം നടന്നിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉച്ചയ്ക്കെങ്ങാണ്ട് പുള്ളി ജോലി സ്ഥലത്തുനിന്ന് ചേച്ചിയെ വിളിച്ചു. അപ്പോൾ വിളിച്ച സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ ഫ്രണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു, ആരാടാ വിളിക്കുന്നത് എന്തോ ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞത് കാമുകിയാണ്. അപ്പം പുള്ളി അങ്ങാണ്ട് ചോദിച്ചാൽ ഏതാ, എന്തോ മസായ ബിൽഡിങ്ങിലെ പെണ്ണാണോ അതോ ബസ്സിലെ രമ്യയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ചേച്ചി കേട്ടു. അപ്പം ഏതൊരു പെണ്ണാലും അത് സഹിക്കത്തില്ലല്ലോ. അപ്പം ചേച്ചി ഫോൺ കട്ട് ചെയ്തു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതിനെ ചൊല്ലി ചേച്ചി കാര്യം ചോദിച്ചു. പുള്ളി അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ അതിനെ ചൊല്ലി സംസാരം ഉണ്ടായി. അപ്പം ചേച്ചി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി വന്നിട്ട് സംസാരം കൂടിയിട്ട് പ്ലേറ്റ് വാങ്ങിച്ച് തലക്കടിച്ച് 4 പീസായെന്നാണ് പറഞ്ഞത് പ്ലേറ്റ്. ആ സംഭവം നമ്മുടെ അടുത്ത് പറയുമ്പോഴേ നമ്മൾ പറയുന്നുണ്ട് ഇനി അവിടെ നിൽക്കരുത്. കാരണം അയാൾ വല്ലതും ചെയ്യും. കാരണം എപ്പോഴും ചേച്ചി പറയും, ഉപദ്രവിക്കുമ്പോൾ തലയ്ക്ക്, നാവിൽ, ഇങ്ങനെയൊക്കെയാണ് ഉപദ്രവിക്കുന്നത്. അപ്പോഴേ അമ്മ ഇവിടെ ഭയങ്കര നിലവിളിയൊക്കെയാണ്. അമ്മ ഒരു മോളെ കയറി വാ, നീ നിൽക്കരുത് ഇനി എന്നൊക്കെ പറഞ്ഞു. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ തെളിവുകളും അതുപോലെ തന്നെ ആരോപണങ്ങളുമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതുല്യയുടെ കുടുംബം മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതൊരു ആത്മഹത്യ അല്ല എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നതും മൊഴി നൽകുന്നതും.
ഇതുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ളൊരു അന്വേഷണം നടക്കണം, ശക്തമായൊരു അന്വേഷണം നടത്തി ഈ നീതി ലഭ്യമാകണം എന്നുള്ള ഒരു ആവശ്യമാണ് അതുല്യയുടെ സഹോദരി അഖില ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു അതുല്യയെ മൃഗീയമായി ബാധിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നത്. സംഭവത്തിൽ ഈ സതീഷിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇന്ന് അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള മാധ്യമങ്ങളോട് പറഞ്ഞത് സതീഷിന്റെ ജാമ്യം റദ്ദു ചെയ്യുകയും സതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യണം എന്നാണ്. വിശദമായി ചോദ്യം ചെയ്യുന്നതോടുകൂടി അവരുടെ സംശയങ്ങൾക്കെല്ലാം കൃത്യമായി ഒരു ഉത്തരം ലഭ്യമാകും എന്നാണ് ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ സതീഷ് ഇപ്പോൾ ഇടക്കാല ജാമ്യത്തിലാണ്. ഉപാധികളോടെയാണ് കൊല്ലം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി സതീഷിന് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ഈ ജാമ്യ ഉപാധികളെല്ലാം തന്നെ റദ്ദു ചെയ്യണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഇവരുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിരുന്നു, മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകളായിട്ട് ഈ മർദ്ദന ദൃശ്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ ഹാജരാക്കിയത്. പക്ഷേ കോടതി ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുകയും ചെയ്തു. തുടർന്നാണ് എതിർഭാഗം ഇത് ഈ ദൃശ്യങ്ങളെല്ലാം പഴയതാണ് എന്ന് വാദിച്ചു. ഇതിൽ സംശയം തോന്നിയ കോടതി ഇതിന്റെ ഫോറൻസിക് രേഖകളടക്കം ഹാജരാക്കണം എന്ന് കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോഴും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അഖില പറയുന്നത് ഈ സതീഷ് അതുല്യയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്ന് തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി തെളിവുകൾ തൻ്റെ പക്കൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സതീഷിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. ഇത് അതുല്യ ചോദ്യം ചെയ്തിരുന്നു. ഇത് ഇവരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു സൗന്ദര്യ പിണക്കത്തിനും അതുപോലെയുള്ള അക്രമത്തിനും വഴിവെച്ചിരുന്നു. വീട്ടിൽ ഈ കസേരയെടുത്ത് മർദ്ദിക്കുന്നു, അതുപോലെ തന്നെ ബെൽറ്റ് ഊരി മർദ്ദിക്കുന്നു. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം പുറത്തു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന ദൃശ്യങ്ങളും വളരെ നിർണായകമാണ്. അതിൽ ഈ സതീഷ് പറയുന്നുണ്ട് അതുല്യയെ കൊലപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ജയിലിൽ പോയി കിടക്കുമെന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ അതുല്യയുടെ മാതാപിതാക്കൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതുല്യ തൻ്റെ സഹോദരിക്ക് അയച്ചു കൊടുത്ത വാട്സപ്പ് സന്ദേശങ്ങളും അത് വോയിസ് ചാറ്റും എല്ലാം തന്നെ അതിലും തെളിവുകളാണ്. അതിലും കൃത്യമായി പറയുന്നുണ്ട് തന്നെ ക്രൂരമായി പീഡിപ്പിക്കുന്നു, തനിക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമാകുന്നില്ല. അത്തരം വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ എല്ലാം തന്നെ വാട്സപ്പ് സന്ദേശങ്ങളായിട്ട് അഖിലയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു. ഇതെല്ലാം തന്നെ അഖില കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. നിലവിൽ സതീഷ് ഇടക്കാല ജാമ്യത്തിൽ തുടരുകയാണ്. സതീഷിന്റെ ജാമ്യം റദ്ദു ചെയ്യണം എന്നുള്ള വലിയൊരു ആവശ്യം ഇപ്പോൾ ഈ കോടതിയിലേക്ക് ഇവർ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. എസ് വിനീഷിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കേരളത്തിലെ പ്രസവ ശസ്ത്രക്രിയാ നിരക്ക് കൂടുന്നു. ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് സംസ്ഥാനത്തെ സിസേറിയൻ നിരക്ക്. വർഷങ്ങളായി കേരളത്തിൽ സിസേറിയൻ നിരക്ക് 40% മുകളിലായി തുടരുകയാണ്. അടിയന്തര ഘട്ടത്തിലും മറ്റും നിർദ്ദേശിക്കുന്ന സിസേറിയന്റെ എണ്ണം സർക്കാർ ആശുപത്രികളിലും കൂടുതലാണ്. പ്രസവ സമയത്ത് അമ്മയുടെയും കുഞ്ഞിന്റെയും സുരക്ഷയ്ക്കും സങ്കീർണത ഒഴിവാക്കാനും അനിവാര്യമെങ്കിൽ മാത്രം നടത്താനുള്ളതാണ് പ്രസവ ശസ്ത്രക്രിയ. എന്നാൽ കേരളത്തിൽ ഇത് സർവ്വസാധാരണമായി മാറുന്നു എന്ന് കണക്കുകൾ. ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് 2023-24 കാലയളവിൽ 44% പ്രസവങ്ങളും ശസ്ത്രക്രിയ വഴിയായിരുന്നു. സങ്കീർണ സാധ്യത പ്രതീക്ഷിക്കുന്ന കേസുകളെക്കാൾ ഏറെ കൂടുതലാണിത്. ജീവിതശൈലി രോഗങ്ങളും ആരോഗ്യക്കുറവ് തുടങ്ങിയവയും നിരക്ക് വർദ്ധിക്കാൻ കാരണമാകുന്നു. നാളെ നോക്കി പ്രസവം നടത്താനും നടി ഐശ്വര്യ റായിയുടെ പ്രസവം നടന്ന അതേ ദിവസം പ്രസവം നടത്താനടക്കമുള്ള പല ആവശ്യങ്ങളുമായി മാതാപിതാക്കൾ ഡോക്ടർമാരെ സമീപിക്കുന്നുണ്ട്. നാളെ നോക്കി സിസേറിയൻ ചെയ്തു കൊടുക്കണം എന്നൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഐശ്വര്യ റായ് നമുക്കറിയാലോ, എനിക്ക് തോന്നുന്നു അവരുടെ കുഞ്ഞ് ജനിക്കുന്നത് നവംബർ 11-നാണെന്ന് തോന്നുന്നു. ആ സമയം നോക്കി സിസേറിയൻ വേണം എന്ന് പറഞ്ഞു വന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ UG പഠിക്കുന്ന സമയമാണ്. അങ്ങനത്തെ ഇതുണ്ട്. അതുപോലെ ജനുവരി 1-ാം തീയതി തന്നെ കുഞ്ഞ് ജനിക്കണം എന്ന് നിർബന്ധം പറഞ്ഞ് സിസേറിയന് വരുന്നവരുണ്ട്. ആ രീതിയിൽ പേഷ്യന്റിന്റെ സൈഡിൽ നിന്ന് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഒരിക്കലും ഒരു ഡോക്ടർ റിസ്ക് എടുത്ത് ഇങ്ങനെ ഒരു ഫിനാൻസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സിസേറിയൻ അധികം പറയുന്നതായിട്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 50% മുകളിലാണ് പ്രസവ ശസ്ത്രക്രിയ നിരക്ക്. കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ
സർക്കാർ ആശുപത്രികളിൽ പ്രസവ ശസ്ത്രക്രിയയിൽ സ്വകാര്യ ആശുപത്രികളെക്കാൾ കൂടുതലും. 2014-15 മുതൽ 2023-24 വരെയുള്ള കാലയളവിൽ 2 തവണ സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ സർക്കാർ ആശുപത്രികൾ മുന്നിലെത്തി. 4 സാമ്പത്തിക വർഷങ്ങളിൽ ഇരുവിഭാഗവും ഒപ്പത്തിനൊപ്പമാണ്. മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് പ്രസവ ശസ്ത്രക്രിയകൾ ഏറ്റവും കുറവ്. പലപ്പോഴും ഡോക്ടർമാരുടെ സൗകര്യത്തിനനുസരിച്ചാണ് പ്രസവം ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നത്. സർക്കാർ ആശുപത്രികളിലും ഇതേ രീതിയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഈ ശസ്ത്രക്രിയകൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. ഭീമമായ ചെലവും സാധാരണക്കാർക്ക് താങ്ങാനാകുന്നതല്ല. എന്നാൽ ഇത് നിയന്ത്രിക്കാൻ ഒരു നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതും ശ്രദ്ധേയം. ന്യൂസ് 18 തിരുവനന്തപുരം. മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയെ ആക്രമിച്ച കേസിൽ 4 പ്രതികൾ പിടിയിൽ. ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പിടിയിലായത്. തന്നെ കൊല്ലാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നതായും ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPM പ്രവർത്തകനാണെന്നും ഷാജൻ സ്കറിയ പ്രതികരിച്ചു. പോലീസ് പക്ഷേ നല്ല അന്വേഷണമായിരുന്നു. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ തൊടുപുഴ CI വിളിച്ചു. അപ്പോൾ തന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് വരാൻ പറഞ്ഞു. അവിടുന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു പരാതിയില്ല. പോലീസ് അപ്പോൾ മുതൽ ഇപ്പോൾ വരെ അവർ വളരെ ശക്തമായി തന്നെ അന്വേഷണം പ്രതികളെ കണ്ടെത്തിയില്ല. പക്ഷെ അവരെ 5 പേരാണ് എന്നെ മർദ്ദിച്ചതെന്ന് അവർ കണ്ടെത്തി. ക്യാമറകൾ പരിശോധിച്ചു. 5 പേരുടെ ചിത്രം എന്നെ കൊണ്ട് കാണിച്ചു. ഞാൻ അവരെ ഐഡന്റിഫൈ ചെയ്തു. ഈ 5 പേർക്കും വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തും. വീടുകളിൽ റെയ്ഡ് നടത്തുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇതുവരെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഇവർക്ക് അനുകൂലം ഉണ്ടായിട്ടില്ല. എനിക്കറിയത്തില്ല, അതിപ്പോൾ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ് നടക്കുന്നത്. എന്തായാലും പോലീസ് തീവ്രമായി അവരെ പിടിക്കാൻ ശ്രമിക്കുന്ന കരുതുന്നു. അതിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ മാത്യൂസ് കൊല്ലപ്പള്ളിയും ഒരു ഷിയാസ് എന്ന് പറഞ്ഞ 2 പേരും, ഈ 2 പേരെ കൃത്യമായി എനിക്കറിയാം. ഈ 2 പേരുമാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അവരും അവരുടെ ഒരു സംഘവും കൂടെ CPMന്റെ നിർദ്ദേശപ്രകാരം, കാരണം ഇവരുടെ ഒരാൾക്കൂട്ട നിർദ്ദേശമുണ്ട്, അത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല, ഒരുപക്ഷെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ അറിവോടെ അത്തരത്തിൽ പല ആളുകളെയും പലയിടത്തും നിർത്തിയിട്ടുണ്ടെന്നും ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ശ്രമമാണ് നടത്തുക. PS സാഗർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സാഗർ, എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, കഴിഞ്ഞ ദിവസം ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു ഷാജൻ സ്കറിയയ്ക്ക് തൊടുപുഴയിൽ വെച്ച് ആക്രമണം ഷാജൻ സ്കറിയയ്ക്ക് നേരെ ഉണ്ടായത്. തൊടുപുഴ മങ്ങാട്ടുകോവിലയിൽ വെച്ചായിരുന്നു 5 പേർ ചേർന്ന് ഷാജൻ സ്കറിയയെ ആക്രമിച്ചത്. അന്ന് പരിക്കേറ്റ ഷാജൻ സ്കറിയ ആദ്യം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നീട് തൊടുപുഴയിൽ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറുകയായിരുന്നു. മുൻവൈരാഗ്യത്തിലാണ് ഈ 5 പേർ ഷാജൻ സ്കറിയെ ആക്രമിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇന്ന് രാവിലെ ഷാജൻ സ്കറിയ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ ഷാജൻ സ്കറിയെ ബോധപൂർവമായി കൊല്ലുവാനുള്ള ശ്രമം നടന്നുവെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPM പ്രവർത്തകനാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 5 പ്രതികളെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതികൾക്ക് CPM സംരക്ഷണം നൽകുന്നുവെന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഇതുവരെ വീഴ്ചയില്ലെന്നും ഇദ്ദേഹം രാവിലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഈ 5 പ്രതികളിൽ 4 പേരെ തൊടുപുഴ പോലീസ് ബാംഗ്ലൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ ആക്രമണത്തിന് ശേഷം ബാംഗ്ലൂരിലേക്ക് ഒളിവിൽ പോവുകയായിരുന്നു. ഇവിടെ നിന്നുമാണ് 4 പ്രതികളെ തൊടുപുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇവർ 4 പേരെയും ഇന്ന് വൈകിട്ടോടെ തൊടുപുഴയിൽ എത്തിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഇവർ 4 പേരും CPM പ്രവർത്തകരാണ്. ഇതിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. FIR-ൽ 5 പേരാണ് പ്രതികളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 4 പേരാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. വധശ്രമം, സംഘം ചേർന്ന് ആക്രമിക്കൽ, മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടെയാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ആര്യ, PS സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി ഓണവിശേഷങ്ങളിലേക്കാണ്. ഇന്ന് തൃക്കേട്ട. പൂഴിമണ്ണിൽ കടൽക്കാറ്റേറ്റ് സൂര്യനെ നോക്കിച്ചിരിക്കുന്ന സൂര്യകാന്തിത്തോട്ടം അങ്ങ് തമിഴ്നാട്ടിലൊന്നുമല്ല, തലസ്ഥാനത്തെ തുമ്പയിലാണ്. സെന്റ് സേവിയേഴ്സ് കോളേജ് കോമ്പൗണ്ട് ഗ്രൗണ്ടിൽ നടക്കുന്ന ആരവം പുഷ്പ കാർഷിക മേളയിലാണ് ഈ മനോഹര കാഴ്ച. 6 ഏക്കറിലായി വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾക്കൊപ്പം പല നിറത്തിലുള്ള ജമന്തിയും മറ്റു പൂക്കളും ഉണ്ട്. ഓണമിങ്ങെത്താറായി. ഓണത്തിന് പൂക്കളമിടാൻ കുറച്ച് പൂക്കൾ വാങ്ങാനും സദ്യവട്ടങ്ങൾക്ക് അല്പം പച്ചക്കറികൾ വാങ്ങാനും ഒപ്പം കുടുംബമൊത്ത് സൂര്യകാന്തി തോട്ടത്തിൽ കുറച്ച് ഫോട്ടോഷൂട്ട് നടത്താനും തിരുവനന്തപുരത്തുകാർക്ക് ഇനി തുമ്പയിലേക്ക് വന്നാൽ മതി. തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ ആരവം പുഷ്പകാർഷിക മേളയിലെ വിശേഷങ്ങൾ നോക്കാം. നേർത്ത കടൽക്കാറ്റ്, ഇളം സൂര്യപ്രകാശം,
വന്നവരൊക്കെയും കണ്ണഞ്ചിപ്പിക്കുന്ന ശോഭയിൽ ഒരു പൂപ്പാടം. കാണുന്നവർക്ക് കണ്ണും മനസ്സും ഒരുപോലെ നിറയും. ഏക്കറിലൊരുക്കിയ പ്രദർശനത്തോട്ടത്തിൽ 30,000 സൂര്യകാന്തി പൂക്കൾ, 20,000-ത്തിലധികം ജമന്തി പൂക്കൾ, ചെണ്ടുമല്ലിക പൂക്കളും കൃഷി ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് വാടാമല്ലിയും കാണാം. ഇവ കാണാനും ചിത്രങ്ങൾ പകർത്താനും ഒപ്പം ഇവ വിലക്കുറവിൽ ഇവിടെ നിന്ന് വാങ്ങാനുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നാടൻ എന്ന യുവ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് കോളേജിലെ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്നത്. പുതുതലമുറയിൽ കാർഷിക രംഗത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഫാം പ്രവർത്തിക്കുന്നത്. 2020 മികച്ച കർഷകനുള്ള ഹരിതമിത്ര അവാർഡ് ജേതാവ് കൂടിയായ സുജിത്തിന്റെ നേതൃത്വത്തിലാണ് കൃഷി. 8 വർഷമായി സുജിത്ത് പൂക്കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് ആരവം 2025 എന്നാണ്. അപ്പം അതെന്റെ മോന്റെ പേര് ആരവം എന്നാണ്. മോന് വേണ്ടിയിട്ടാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. 2023 സംസ്ഥാന സർക്കാരിന്റെ മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. പച്ചക്കറി കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പൂഴിമണ്ണ് ഇവിടുന്ന് കടലിൽ ഏകദേശം 500 മീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൽ ഏകദേശം നല്ല ഓർഗാനിക് മണ്ണിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേള ഇങ്ങനെ പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതുതലമുറ കൃഷിയുടെ പല കാര്യങ്ങൾ, അപ്പോൾ നമ്മളിപ്പോൾ മെക്കനൈസേഷൻ ഉണ്ട്, ഇറിഗേഷൻ ഉണ്ട്, എല്ലാം നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം കൃഷിക്ക് നല്ലൊരു എന്താ പറയുക ജനങ്ങൾക്കൊരു സ്വീകാര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമ്മൾ സാധാരണ കർഷകരെല്ലാം നമ്മൾ പഴയ മുഷിഞ്ഞ ഡ്രസ്സും കാര്യം, അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നിൽക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ പബ്ലിക്കിനും യങ്സ്റ്റേഴ്സിനും ഷെയർ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. 2 വ്യത്യസ്തമായ ചോളങ്ങൾ, 5 വെറൈറ്റിയിലുള്ള തണ്ണിമത്തൻ, ഷമാം, തക്കാളി, പച്ചമുളക്, മത്തൻ, കുമ്പളം, പടവലം തുടങ്ങിയ 20ഓളം പച്ചക്കറി കൃഷിയും ഇവിടെ നടക്കുന്നു. ഇവയുടെ വിൽപ്പനയുമുണ്ട്. ഈ ഓണക്കാലത്ത് റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും സ്ഥലം തപ്പി നടക്കുന്നവർക്ക് മികച്ചൊരു ഇടം കൂടിയാണ് ഈ പൂപ്പാടം. ന്യൂസ് 18 തിരുവനന്തപുരം. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഓണം